ഞാൻ വന്ന അതേ ട്രെയിനിലാണ് തൃശ്ശൂർ MP വന്നത്. കഴിഞ്ഞ കൊല്ലം ഏപ്രിലിൽ MP ആയതാണ്. ആദ്യമായിട്ട് വരുന്നൊരു MPയെ സ്വീകരിക്കും പോലെ BJP സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ആനയിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. മുദ്രാവാക്യങ്ങളും ഘോഷങ്ങളുമെല്ലാമായി അദ്ദേഹത്തെ അവർ പുറത്തേക്ക് ആനയിച്ചത് ഞാൻ കണ്ടു. എനിക്ക് അത്ഭുതം ഉണ്ടായിപ്പോയി. ഒരു കൊല്ലം പ്രായമായ ഒരു MPക്ക് ഇത്ര ഒരു ഘട്ടത്തിൽ പോലും ഇപ്പോഴാണ് സ്വന്തം മണ്ഡലത്തിലേക്ക് സ്വന്തം വോട്ടർമാരെ കാണാനായി ആദ്യമായിട്ട് വരാൻ സമയം കിട്ടിയത് എന്ന മട്ടിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ആ വരവിനെ ആഘോഷമാക്കിയത് എന്തുകൊണ്ടാണെന്ന് ആ MPയും ആ പാർട്ടിയും ചിന്തിക്കണമെന്ന് ഉത്തരം പറയേണ്ടി വരും. ഇന്ത്യയിലാകെ തിരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത പാതാളം വരെ താഴുകയാണ്. വോട്ട് ചോരി എന്ന് പറയുന്ന വോട്ട് മോഷണത്തിൻ്റെ കഥകൾ തെളിവ് സഹിതം പുറത്തു വരികയാണ്. മഹാരാഷ്ട്രയിലെ വോട്ടിങ്ങിലെ കൃത്രിമം, കർണാടകത്തിലെ ഒരു മണ്ഡലത്തിലെ വൻതോതിലുള്ള വോട്ട് ചോർച്ച, വോട്ട് മോഷണം, വളച്ചൊടിക്കലുകൾ, കൃത്രിമങ്ങൾ, തൃശ്ശൂരിലെ വ്യാപകമായ BJP പ്രേരിതമായ അട്ടിമറികൾ, വോട്ടർ പട്ടികയെ അനിഷ്ടം പോലെ മുതലെപ്പെടുത്തിയത്, ഇതെല്ലാം ഇന്നെല്ലാവർക്കും അറിയാം. ഇതിൻ്റെ എല്ലാം ഫലമായി ജനാധിപത്യത്തിൻ്റെ മൗലിക പ്രമാണങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ പുറകിലെ വർത്താനം നിർത്തി കേട്ടോ, പുറത്തുപോയി സംസാരിക്കാം. വോട്ടിങ്ങിൻ്റെ മൗലികമായ രേഖ വോട്ടർ പട്ടികയാണ്. തെരഞ്ഞെടുപ്പിന് ഒരു ബൈബിൾ എന്നൊന്നുണ്ടെങ്കിൽ അത് വോട്ടർ പട്ടികയാണ്. അതാണ് വോട്ടിങ്ങിൻ്റെ ഖുർആനും ഗീതയും എന്ന് തന്നെയാണ്. ആ വോട്ടർ പട്ടികയാണ് BJP ഇവിടെയും വളരെ കൃത്യതയോടുകൂടി അട്ടിമറിച്ചിരിക്കുന്നത്. എല്ലാ തലങ്ങളിലും അതൊരു പാറ്റേണായി. ഇത് യാദൃച്ഛികമല്ല. ജനാധിപത്യം പോലും വേണ്ട എന്ന് പറയുന്ന പാർട്ടി സാർവത്രിക വോട്ടവകാശം തെറ്റാണ് എന്ന് വാദിക്കുന്ന പ്രത്യയശാസ്ത്രം കണ്ട് അവരിൽ നിന്നൊക്കെ വോട്ട് കൊടുത്തിട്ട് അവരാണോ രാഷ്ട്രീയം ഭരിക്കേണ്ടവരെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചോദ്യം ഉന്നയിക്കുന്ന ഒരു ആശയഗതി, അതിൻ്റെ എല്ലാ ഭീകരഭാവങ്ങളോടും കൂടി ഇന്ത്യയിലെ വോട്ടിംഗ് വ്യവസ്ഥയെ ഇന്ന് അട്ടിമറിക്കുകയാണ്. ഇതൊരു ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നമാണ്, ഒരു ദേശീയ പ്രശ്നമാണ്. BJP RSS രാഷ്ട്രീയത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധതയുടെ എല്ലാ സ്വഭാവങ്ങളെയും വിളിച്ചറിയിക്കുന്നത്. ആ ദേശീയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ വെല്ലുവിളിയുടെ ഒരു വേദിയായി BJP തൃശ്ശൂരിനെ മാറ്റിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ഗൗരവത്തോടും കൂടി അതിനെ കാണുന്നു. ജനങ്ങളിലേക്ക് ഈ വിഷയം പാർട്ടി എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾ സത്യം വിജയിക്കും വരെയും അപങ്കുരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDFും മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളെല്ലാവരും ഇന്നലെ തൃശ്ശൂരിലെ MPയെ കണ്ടു കാണും. ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യതയുടെ മുമ്പിൽ ഇത്രയും ഗൗരവമേറിയ വെല്ലുവിളികൾ പൊന്തി വന്ന വേളയിൽ
എന്തുകൊണ്ടാണ് തൃശ്ശൂരിലെ എം പി ഇത്രയും വലിയ മൗനം പാലിച്ചത്? മൗനത്തേക്കാളും വലിയ മൗനം, ശില പോലും തോൽക്കുന്ന മൗനം. ആ മൗനം തൃശ്ശൂർ എം പിക്ക് ഒരു ശീലമല്ല. സ്ഥാനത്തും അസ്ഥാനത്തും എന്നും പറയുന്ന ശീലമാക്കിയ ആ നടൻ, അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിനയ പഠനങ്ങളെയും നമ്മളെല്ലാം കണ്ടവരാണ്. ആ നടൻ തൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഇത്തരം വിഷയങ്ങളെപ്പറ്റി പാലിച്ച കനത്ത മൗനത്തിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ മുൻകൈയിലാണ് ആ പാർട്ടി ഈ അട്ടിമറിയെല്ലാം ഇവിടെ ചെയ്തതെന്നാണ്. വോട്ടിംഗ് അട്ടിമറിക്കൽ സ്വതവേ ശീലമാക്കിയ BJP, ജനാധിപത്യം വേണ്ട എന്ന് വാദിക്കുന്ന RSS, അതിനുവേണ്ടി ഭരണഘടനയെ തന്നെ പൊളിച്ചെഴുതാനുള്ള ശ്രമത്തിൽ മുന്നിട്ടിറങ്ങിയ ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അതിൻ്റെ ഏറ്റവും നല്ല ഒരു പോരാളിയായി സുരേഷ് ഗോപിയെ രംഗത്തിറക്കിയിട്ടുണ്ട്. മാസങ്ങൾ നീണ്ടുനിന്ന, കഴിഞ്ഞ കൊല്ലം ഏപ്രിലായിരുന്ന വോട്ടിംഗ്, മാസങ്ങൾ നീണ്ടുനിന്ന വളരെ സജീവമായ, എന്നാൽ അണ്ടർ ദ ടേബിൾ എന്ന് പറയാവുന്ന രഹസ്യമായ പ്രവർത്തനത്തിലൂടെയായിരുന്നു ഇവിടുത്തെ വോട്ടർ പട്ടിക അട്ടിമറിക്കപ്പെട്ടത്. എത്ര പണം അതിനു വേണ്ടി ഒഴുകി എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആ പണം ഏതാണെന്നും ആർക്കും പറയാൻ പറ്റില്ല. BJPക്ക് വേണ്ടി പണം എടുക്കുന്നത് നാനാഭാഗത്തു നിന്നുമാണ്. ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള കള്ളപ്പണം ഇഷ്ടം ഒഴുകിയിട്ടുണ്ട്. കള്ളപ്പണത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ പിടിയിൽ നിന്ന് തിരഞ്ഞെടുപ്പുകളെ മോചിപ്പിക്കണമെന്നുള്ള കമ്മ്യൂണിസ്റ്റ് നിലപാട് CPI ആവർത്തിക്കുന്നു. പണക്കൊഴുപ്പിൻ്റെയും കൈക്കൊഴുപ്പിൻ്റെയും കയ്യൂക്കിൻ്റെയും തട്ടിപ്പിൻ്റെയും ജാതി മത വിക്രിയകളുടെയും വേദിയായി ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ മാറാൻ പാടില്ല. ഇലക്ഷനെ പറ്റി പറയുമ്പോഴെല്ലാം ഇന്ത്യ കേട്ട പരാമർശമാണ് ഫ്രീ ആൻഡ് ഫെയർ. സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒന്നാമത്തെ ഗ്യാരണ്ടിയാണ് കുറ്റമറ്റ ഒരു വോട്ടർ പട്ടിക. ആ വോട്ടർ പട്ടികയ്ക്ക് മേലാണ് BJP RSS ബോധപൂർവ്വം കൈവച്ചിരിക്കുന്നത്. ഇത് ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള RSS രാഷ്ട്രീയത്തിൻ്റെ, ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കരുനീക്കമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിയായി മനസ്സിലാക്കുന്നു. അംബേദ്കറെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹമാണ് ശില്പി എന്ന് വാഴ്ത്തപ്പെടുന്ന മഹാനായ ഇന്ത്യക്കാരൻ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഡിബേറ്റിൽ ആർട്ടിക്കിൾ 324 അന്ന് ചർച്ചാ വിഷയമായപ്പോൾ അംബേദ്കർ പറഞ്ഞ വാചകം, ഇത്തരണത്തിൽ ആ വാചകം അങ്ങേയറ്റം പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, നോ ഇൻജസ്റ്റിസ് should be done while preparing electoral roll, and if contrary happens, it will cut at the root of democracy. ചെറിയ ഒരു ഭാഗമാണ്, ചെറിയ വാചകം. ഈ ചെറിയ വാചകത്തിലെ വലിയ അർത്ഥം ഇന്ത്യയിൽ നിന്ന് കാണുകയാണ്. ഈ വോട്ട് ചോരിയുടെ പറയുന്നത് ഈ സത്യമാണ്. ഇതാണ് മഹാരാഷ്ട്രയിലുണ്ടായത്, ഇതാണ് കർണാടകയിലുണ്ടായത്, ഇതാണ് തൃശ്ശൂരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യാദൃച്ഛികമല്ല. If injustice should be done while preparing electoral roll, അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വം കാണിക്കേണ്ട സമയമാണ്. അവിടെ എന്തെങ്കിലും അഹിതമായ കാര്യങ്ങൾ, അന്യായങ്ങൾ സംഭവിച്ചാൽ അത് ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവയ്ക്കും എന്ന മുന്നറിയിപ്പ് നൽകിയ മഹാനായ അംബേദ്കറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കുന്നു. ആ വാക്കുകളുടെ അർത്ഥം ലോകം എന്നറിയുന്നു. എപ്പോഴും മോദി പറയും, ദ ബിഗസ്റ്റ് ഡെമോക്രസി ഓഫ് ദ വേൾഡ്. ആ പ്രധാനമന്ത്രി വാസ്തവത്തിൽ കാണിച്ചു കൊടുക്കുന്നത് ചരിത്രം മാപ്പ് കൊടുക്കാത്ത ജനാധിപത്യ ഹത്യയാണ്.
അതിൻ്റെ പരീക്ഷണശാലയാക്കി അവർ മാറ്റി തൃശ്ശൂരിൻ്റെ കൂടി. തൃശ്ശൂരിലെ പല ഫ്ലാറ്റുകളിൽ നിന്ന് വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. അവിഹിത വോട്ടർമാർ, അന്യായ വോട്ടർമാർ, നിയന്ത്രിത വോട്ടർമാർ. കൃത്യമായിട്ട് തന്നെ അതേപ്പറ്റിയുള്ള വിധികളുണ്ടായിട്ടുണ്ട്. അതിലെ ഒരു വാക്കുണ്ട്, ഓർഡിനറി റെസിഡൻസ് എന്നൊരു വാക്കാണ്. ആ വാക്ക് ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓർഡിനറി റെസിഡൻസ്, ആ വാക്കിന്റെ അർത്ഥം BJPക്ക് അറിയാമോ? ആ വാക്കിന്റെ അർത്ഥം തൃശ്ശൂർ MP-ക്ക് അറിയാമോ? മഹാരാഷ്ട്രയിലും കർണാടകത്തിലും ഇന്ത്യയിലുമല്ല വോട്ടർ പട്ടികയെ അട്ടിമറിക്കുന്ന BJPക്ക് അറിയാമോ? ബീഹാറിൽ SIR-ന്റെ പേരിൽ 65 ലക്ഷം വോട്ടർമാരെ ഒറ്റയടിക്ക് വെട്ടിമാറ്റിയ RSS ശക്തികൾക്ക് അറിയാമോ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം സ്ഥിരമായി താമസിക്കുന്നവരാണ്. സ്ഥിരമായി താമസിക്കുന്നവർ, അവരെയാണ് മതം നോക്കി, ജാതി നോക്കി, പാവമാണോ നോക്കിയിട്ട് ബീഹാറിൽ വെട്ടിമാറ്റിയത്. മുസ്ലിമാണെങ്കിൽ വെട്ടിമാറ്റും, ബീഹാറിൽ ക്രിസ്ത്യനാണെങ്കിലും വെട്ടിമാറ്റും. ഇവിടെ വെട്ടിമാറ്റില്ല, തൃശ്ശൂർ വെട്ടിമാറ്റില്ല. ആദിവാസികളുടെ വെട്ടിമാറ്റും, ദളിതരാണെങ്കിൽ വെട്ടിമാറ്റും. അങ്ങനെ വെട്ടി മാറ്റിയിട്ടാണ് ബീഹാറിൽ മാത്രം ഇതിനോടകം 65 ലക്ഷം വോട്ടർമാരെ അവർ പുറത്തേക്ക് വെട്ടിയെടുത്തത്. വോട്ടർ പട്ടികയിൽ അംബേദ്കറെ BJP അവഗണിച്ചിരിക്കുകയാണ്. അത് ചെറിയ കാര്യമല്ല. ആ ചോദ്യം ബാക്കി നിൽക്കുന്നു. തൃശ്ശൂരിലെ ഈ പുത്തൻ വോട്ടർമാർ, BJP വിലാസ വോട്ടർമാർ, അവർ ഓർഡിനറി റെസിഡൻസ് ആണോ തൃശ്ശൂരിലെ? അല്ല, അല്ല. തൃശ്ശൂരിലെ അന്നത്തെ BJP സ്ഥാനാർത്ഥിയുടെ ഡ്രൈവർ ഇവിടുത്തെ ഒരു സ്ഥിരം സിറ്റിസനാണ്. തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ ഭാര്യ ഇവിടുത്തെ സ്ഥിരം താമസക്കാരിയാണ്. അന്നും തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ സഹോദരൻ തൃശ്ശൂരിലെ സ്ഥിരം താമസക്കാരനാണ്. അതുപോലെ പല സ്ഥലങ്ങളിലും ആരാണെന്ന് ഫ്ലാറ്റിൽ ഒരാൾക്കും അറിയാൻ വയ്യാത്ത എത്രയോ പേരെ ഇവിടെ കൊണ്ടുവന്ന് BJP വോട്ടർമാരാക്കി. അങ്ങനെ മാറ്റുവാൻ വേണ്ടി വ്യവസ്ഥകളിൽ ഇഷ്ടം പോലെ വെള്ളം ചേർത്തില്ലേ? പുത്തൻ വോട്ടർമാരെ ചേർക്കുമ്പോൾ അതിനകത്ത് അടിസ്ഥാനമായിട്ട് കാണിക്കേണ്ട രേഖകളിൽ ഒരു പുതിയ രേഖ വന്നില്ലേ? പോസ്റ്റ് കാർഡ് മതി. ഒരു പോസ്റ്റ് കാർഡ് മതി ഒരാൾക്ക് വോട്ടറാകാൻ. ഇയാളിവിടുത്തെ സ്ഥിരം അന്തേവാസിയാണെന്ന് അറിയിക്കാൻ പോസ്റ്റ് കാർഡ് മതി. അങ്ങനെ പോസ്റ്റ് കാർഡ് വഴിയും അല്ലാത്ത വഴിയും കള്ളത്തരം വഴിയും ഉദ്യോഗസ്ഥന്മാരെ വരട്ടിയും എല്ലാ തരത്തിലും തൃശ്ശൂരിലെ BJP, കേരളത്തിലെ BJP, കർണാടകത്തിലെ BJP, മഹാരാഷ്ട്രയിലെ BJP, ബീഹാറിലെ BJP, ഇന്ത്യയിലെ BJP തെരഞ്ഞെടുപ്പിന്റെ ബൈബിളായ, ഖുറാനായ, ഗീതയായ വഞ്ചിച്ചിരിക്കുന്നു. വോട്ടർ പട്ടികയെ ഇതുപോലെ അവഗണിച്ച, മാനഭംഗപ്പെടുത്തിയ BJPക്ക് ജനാധിപത്യം എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും അവകാശമില്ല. ഇതേപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗൗരവമായി പഠിച്ചിട്ടുണ്ട്. ആ പഠനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകും ഗൗരവമായി. ഏതാനും ആഴ്ചകളായി CPI-യുടെ ഒരു സംഘം സഖാക്കൾ ഗൗരവമായി ഇത് പഠിക്കുന്നുണ്ട്. ആ ടീമിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടുത്തും. തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ഇനിയും നല്ലവണ്ണം പാർട്ടി കീറുമുറിച്ച് പ്രവർത്തിക്കും. വോട്ടർമാരുടെ യഥാർത്ഥ വോട്ടർമാരെ മാറ്റിയത്, കള്ള വോട്ടർമാരെ ചേർത്തത്, ആലത്തൂരിലെ വോട്ടർമാരെ ഇവിടെ എത്തിയത്, പിന്നെ ഒരു വേഗം പോയത്, ദൗത്യം പൂർത്തിയാക്കി മടങ്ങിപ്പോയി. അതേപ്പറ്റി കോടതി പറയുന്നുണ്ട്. സന്ദർശകന്മാരെ പോലെ വല്ലപ്പോഴും താമസിച്ച പോരാ,
അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഓർഡിനറിലി. ഓർഡിനറി എന്ന് പറഞ്ഞാൽ വരവ് പോലല്ല, താൽക്കാലികമല്ല, ഉദ്ദിഷ്ട കാര്യം പൂർത്തിയാക്കാൻ വേണ്ടിയല്ല, അവിടെ താമസിക്കാൻ വേണ്ടിയാണ്. പക്ഷേ BJP ഉദ്ദിഷ്ട കാര്യ പൂർത്തീകരണത്തിന് വേണ്ടി കൊണ്ടുവന്നവരെല്ലാം വോട്ട് ചെയ്ത് കള്ള വോട്ട് ചെയ്ത് പുറകെ പോയി. എവിടെ പോയി അവർ? അതാരും പറയും? തൃശ്ശൂരിലെ ഇപ്പോഴത്തെ MP പറയണം അവരെവിടെ പോയി. അവരെല്ലാം BJP തൃശ്ശൂരിലെ MP ഒളിച്ചു വച്ചിരിക്കുന്നു. ഒളിച്ചു വെച്ച ആ കള്ള വോട്ടർമാരെയെല്ലാം അവർ ഹാജരാക്കണം. അവർ ചേർത്ത ഫ്ലാറ്റുകളിൽ പല വോട്ടർമാരും അവിടെ ഇപ്പോൾ ഇല്ല. വോട്ടിംഗ് കഴിഞ്ഞ് അവർ പിറ്റേന്ന് വണ്ടി കയറി. അവരുടെ പോയി. അവരെ കൊണ്ടുവന്നു, അവരെ തിരിച്ചു കൊണ്ടുപോയി. ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു? ഇതിനു വേണ്ടി ഒഴുകിയ കോടിക്കണക്കിനായ പണം ആരൊടുക്കി? ഇതെല്ലാം അറിയണം ജനസമൂഹത്തേക്ക്. ഇത് കേക്കുമായി അനവധിയിൽ പോകുമ്പോൾ ലളിതമായ കാര്യമല്ല. ഇത് വെള്ളിയോ സ്വർണ്ണമോ പൂശിയ കിരീടവുമായി മാതാവിനെ വണങ്ങുന്നവരുടെ കാര്യമല്ല. ഇത് ക്രിസ്ത്യാനിയാണെങ്കിൽ മിണ്ടിക്കുട എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ബോധ്യപ്പെടണമാണ്. ഇതൊന്നും തൃശ്ശൂർ കണ്ടല്ലോ. തൃശ്ശൂരിൽ ചെന്നായ വന്നു ആട്ടിൻകുരുട്ട് വന്നു. ആ ചെന്നായെ ആടാണെന്ന് ഓർത്തുകൊണ്ട് കുറെ ആളുകൾ താണു വണങ്ങി. അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു. അതിന്റെ ഭാഗമായി അവർ ഒരു കാര്യം മറന്നുപോയി. ഈ വേഷം മാറുന്ന ചെന്നായാകുന്നത് ഒരു പുസ്തകം മുഖേനയാണ്. ആ പുസ്തകത്തിന്റെ പേര് വിചാരധാര എന്നാണ്. ആ പുസ്തകം രാജ്യത്തിലെ ആഭ്യന്തര ശത്രുക്കളെ പറ്റി പറയുന്നുണ്ട്. ആ പുസ്തകം ഈ കേക്ക് വാങ്ങിയവർ, സ്വന്തം കിരീടം കണ്ട് കണ്ണു മഞ്ഞടിച്ചവർ, BJPക്കുണ്ടായ മനസാന്തരം കണ്ട് കണ്ണു നിറഞ്ഞവർ, അവർക്ക് വേണ്ടി വോട്ട് കൊടുക്കാനായി രഹസ്യമായി പരസ്യമായി വാഹനം മുഴക്കിയവർ, അവരെല്ലാം വായിക്കണം ആ പുസ്തകം. ആ പുസ്തകത്തിൽ ഇന്ത്യക്കകത്തുള്ള ശത്രുക്കളിൽ ഒന്നാം ശത്രു മുസ്ലിമാണെങ്കിൽ രണ്ടാം ശത്രുവാണ് ക്രിസ്ത്യാനി. അവരെയാണ് BJP മണിപ്പൂരിൽ, ഛത്തീസ്ഗഡിൽ, ജാർഖണ്ഡിൽ, മഹാരാഷ്ട്രയിൽ, ഒറീസയിൽ എല്ലാം വേട്ടയാടിയത്. അതുകൊണ്ടാണ് BJP RSS ചേർന്നുകൊണ്ട് ഗ്രഹാം സ്റ്റേറ്റിനെ ചുട്ടുകൊന്നത്. അതുകൊണ്ടാണ് അവർ ഗ്രഹാം സ്റ്റേറ്റ്സിനെ കൊന്ന അതേ ആളുകൾ സ്റ്റാൻ സ്വാമിയെ ഗ്ലാസിലെ വെള്ളം പോലും എടുത്തു കൊടുക്കാൻ കഴിയാത്ത ആ വൈദ്യവയോധനായ ക്രിസ്തീയ പുരോഹിതനെ, ആദിവാസിക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും പോരാളിയെ തളവറയിലിട്ട് വെള്ളം പോലും കൊടുക്കാതെ കൊന്നുകളഞ്ഞു. അവർക്കറിയാം ക്രിസ്ത്യാനികൾ ഇന്ത്യയുടെ ശത്രുക്കളാണെന്നറിയാം. BJPക്കാർ ക്രിസ്ത്യാനികളും മുസ്ലിമുകൾ കഴിഞ്ഞേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ പോലും ആ ഉപഗ്രഹത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ മൂന്നാമത്തെ ശത്രുവാണ്. ഇതെല്ലാം അറിയുന്ന ചില വന്ധ്യ പുരോഹിതന്മാർ ഇനിയെങ്കിലും അവർ പാഠം പഠിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. പലവട്ടം പറയുന്നുണ്ട് ക്രിസ്തീയ സാഹിത്യം. ആ അതിന്റെ മേൽ പൂശിയ വെള്ളച്ചായം കാപട്യമാണെന്നതിന് അവർക്ക് സാധിക്കുമെന്ന് സന്തോഷം. നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ നിങ്ങൾ അഭ്യർത്ഥിക്കുന്നു.
ഇന്ത്യയിലെ ജനാധിപത്യത്തെ, മതേതര മൂല്യങ്ങളെ, മതവൈദ്യതയെ എല്ലാത്തിലും നിലനിർത്തുന്നത് ഹിന്ദുത്വ മതത്തിന്റെ സവർണ ആധിപത്യം സ്ഥാപിച്ചു നിൽക്കുന്ന RSS BJP നെറികേടുന്ന രാഷ്ട്രീയം തിരിച്ചറിയാൻ അനുഭവങ്ങൾ വേണ്ടുവോളമായിരുന്നു. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനമാക്കി കണ്ണു തുറന്ന് യാഥാർത്ഥ്യങ്ങളെ കാണാൻ തയ്യാറാകണമെന്ന് ഒരുപാട് പേരെ അറിഞ്ഞും അറിയാതെയും വഴിതെറ്റിച്ച ക്രിസ്തീയ വിരോധന്മാരിലെ ഒരു ഭാഗം, ഭൂരിപക്ഷം അങ്ങനെയല്ല, ഒരു ഭാഗം പല വിധ കാരണങ്ങളാൽ ആ വഴി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ കണ്ണു തുറന്ന് സത്യം കാണട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളാണ്. ഇതിനെപ്പറ്റി സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം. ആ അന്വേഷണത്തിൽ തന്നെയായിരിക്കും ഇനീഷ്യലായ ഏറ്റവും സത്യങ്ങൾ പുറത്തുവരിക. അതിനാവശ്യമായ വസ്തുതകൾ തീർച്ചയായിട്ടും ഇവിടെ ഊന്നിപ്പോകും. സത്യം പറയുകയാണ് ചില ഉദ്യോഗസ്ഥന്മാർ തെളിവ് ഹാജരാക്കുക. ഓണസ് ഓഫ് പ്രൂഫ് എന്ന് പറയും നിയമത്തിൽ. അത് കാണിച്ചൊന്നും ഒരു ഉദ്യോഗസ്ഥനും ആരെയും ഭയപ്പെടുത്താൻ പോകരുത്. സത്യം പറയാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ. കമൽക്കേടിനെ കമ്മ്യൂണിസ്റ്റുകാർ കമൽക്കേടെന്ന് വിളിക്കും. കൃത്രിമത്തെ കമ്മ്യൂണിസ്റ്റുകാർ കൃത്രിമെന്ന് വിളിക്കും. അനീതിയെ കമ്മ്യൂണിസ്റ്റുകാർ അനീതി എന്ന് വിളിക്കും. എന്നിട്ട് ജനങ്ങളെല്ലാം ചോദിച്ചു വിളിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF മുന്നോട്ട് പോകും. അതിന്റെ ഭാഗമായി നാളെ 27-ാം തീയതി രാവിലെ തൃശ്ശൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻകൈയിൽ വമ്പിച്ച മറ്റന്നാൾ 17-ാം തീയതി രാവിലെ ഞാനിവിടെ ആവർത്തിക്കുന്നു. ഈ പോക്കിൽ നാടിനുള്ള അമർഷം തിരഞ്ഞെടുപ്പിനെ ജനാധിപത്യ ഹത്യയുടെ വേദിയാക്കി മാറ്റിയ BJP രാഷ്ട്രീയത്തെ തുറന്നു കാണിച്ചുകൊണ്ട് അതിന്റെ എല്ലാ പിന്തുണയും എതിർത്തുകൊണ്ട് സത്യത്തിന്റെ വേദിയാക്കി ഇലക്ഷനെ മാറ്റാൻ വേണ്ടിയുള്ള നിശ്ചയത്തിന്റെ ഭാഗമായി മറ്റന്നാൾ 16-ാം തീയതി തൃശ്ശൂർ നഗരത്തിൽ വമ്പിച്ച പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കും. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF കൂട്ടായി ആലോചിച്ച് നടത്തേണ്ട ബഹുജന പ്രക്ഷോഭങ്ങളെ പറ്റി ഗൗരവമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി കൃത്രിമ വോട്ടുകളുടെ ആ വലിയ പരമ്പര കൃത്യമായി കണ്ടുപിടിക്കാൻ എല്ലാ ഫാക്റ്റും ശേഖരിക്കാൻ വേണ്ടിയുള്ള ആ ടീമിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF ശക്തിപ്പെടുത്തി. പ്രിയമാണ് എനിക്ക് പറയുന്നത്. അതാണ് BJPയുടെ ഭാഷ, അതാണ് RSSന്റെ ഭാഷ. ആ ഭാഷയ്ക്ക് നിയമത്തിന്റെ പിന്തുണയിൽ, ജനങ്ങളുടെ പിന്തുണയിൽ, ജനഹിതത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും നിയമത്തെയും എല്ലാം ചുവടുകളിലാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്ത ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ സ്വരമാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളിക്കളയും. അതോടിക്കുന്നു എന്റെ അഭ്യർത്ഥന നിങ്ങളുടെ പാർട്ടിയുടെ കേട്ടത് തൃശ്ശൂരിലെ മീഡിയ ഫ്രറ്റേണിറ്റി ഈ വിഷയത്തിൽ കാണിച്ചൊരു ജാഗ്രതയുമാണ്. ആ ജാഗ്രത ജനാധിപത്യ ഇന്ത്യയോട് നിങ്ങൾക്കെല്ലാം കൂടുതൽ പ്രഖ്യാപനം. നമ്മളെല്ലാം തന്നെ പാർട്ടികളുടെ കരുതപ്രകാരമല്ല, ഒരു മീഡിയ പ്രവർത്തകന്റെയോ പ്രവർത്തകരുടെയോ ഉത്ബുദ്ധതയുടെ പ്രകടനമാണ്. ഒരുപാട് വസ്തുതകൾ നിങ്ങൾ നേടിച്ചു, നിങ്ങൾ ലോകത്തെ അറിയിച്ചു. ആ നിങ്ങളോട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950
അതിൻ്റെ പാർട്ട് നമ്പർ 3 സെക്ഷൻ 15, സെക്ഷൻ 17, സെക്ഷൻ 18, സെക്ഷൻ 19 ഇത്രയും നിങ്ങളൊന്ന് വായിക്കണം. ആ വായന നിങ്ങളെ സത്യം കണ്ടെത്തുന്നതിന് സഹായിക്കും. അത് വായിച്ച് കാണും. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ സെക്ഷൻ 15 പറയുകയാണ്, every constituency shall have an electoral roll which is to be prepared under the superintendence, direction and control of the election commission. അവരാണ് അതിൻ്റെ അധികാരികൾ. സൂപ്പറിൻറ്റൻഡൻസ്, ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ. അത്രയും പാവനമായ ഒന്നിനാണ് ഒരു BJPയുടെ മുൻ ഭാരതം പറയുന്നത്. ഇഷ്ടംപോലെ ചെയ്യുന്നു. നിങ്ങളുടെ പ്രസ്താവനയില്ല. ഇലക്ഷൻ കമ്മീഷന് ആളുകളെ ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞ ആളുടെ പേര് കേട്ടെടുക്കാവുന്നതാണ്. സത്യം പറഞ്ഞവരോട് നോട്ടീസ് കൊടുത്ത് കോപ്പറേ കട്ടുന്ന നിലപാട് പറയാം. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ കസ്റ്റോഡിയനായ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യം ചെയ്യണം. ഇനി സെക്ഷൻ 17 പറയുകയാണ്, നോ പേഴ്സൺ ഷാൽ ബി എൻടൈറ്റിൽഡ് ടു ബി രജിസ്റ്റേർഡ് ഇൻ മോർ ദാൻ വൺ കോൺസ്റ്റിറ്റ്യുവൻസി. ഒരൊറ്റ ആൾക്കും അധികാരമില്ല. സെക്ഷൻ 18 പറയുകയാണ്, no person shall be entitled to be registered in the electoral roll of any constituency more than once. ഒന്നിലേറെ പ്രാവശ്യം ആരെങ്കിലും ബൂത്തുകൾ മാറാതെയോ ഒക്കെ തൻ്റെ പേരോ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് പരിശോധിക്കട്ടെ. പക്ഷെ 19 പറയുകയാണ്, every person who is an ordinarily resident in a constituency is entitled to be registered in the electoral roll of that constituency. ആവശ്യം സ്ഥിരമായി അവർ നടത്തുന്നവർക്ക് മാത്രമേ അവകാശമുള്ളൂ. ഇതെല്ലാം BJPക്കെതിരാണ്. ചോദ്യം അരി എത്രയാണ്? പറയാനുള്ളത് അന്വേഷിക്കുക. ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇത് നടപ്പിലിരിക്കുന്ന അവസ്ഥയിൽ ഈ രാജ്യം ദുഃഖിക്കുകയാണ്. അവർക്ക് മൃഗങ്ങളെ കൊടുത്ത അവകാശങ്ങളെ പറ്റി അവർക്ക് അറിയാൻ പാടില്ല, അല്ലെങ്കിൽ അത്ഭുതം പാടില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വിമർശനങ്ങളെ, നെഹ്റുവിനെ, ബീഹാറിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് പറയുന്ന നിർദ്ദേശങ്ങളെ, കൃഷ്ണയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നയിച്ചു പറയുന്ന നിർദ്ദേശങ്ങളെ, വിമർശനങ്ങളെ, പരാതികളെ കേൾക്കാൻ ഉണ്ടാക്കുന്നത് അവർക്ക് ചെവി കിട്ടുമ്പോഴല്ല, ആ ചെവി മൂടപ്പെട്ടിട്ട് അവർക്ക് കണ്ണുണ്ട്. പക്ഷെ ആ കണ്ണുകൊണ്ട് അവർക്ക് സത്യം കാണാൻ കഴിയും. അതുകൊണ്ട് അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളെ പറ്റി രാജ്യം ആത്മാർത്ഥമായി പരിഗണിക്കുന്നു. താങ്ക് യു.